ഓട്ടോ യാത്രയിലെ ഇന്നത്തെ വീഡിയോ നമ്മൾ വല വീശി മീൻ പിടിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഇത് മാരക്കാട് എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ എൻ്റെ സുഹൃത്ത് ജ്യോതികുമാർ കൂടെയുണ്ട്. അദ്ദേഹം അടക്കം നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ചാലിൽ നമ്മൾ വീശാൻ പോവുകയാണ്. അപ്പോൾ വീശണതും വീശി കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങളും നമുക്കത് കഴിഞ്ഞിട്ട് കാണാം. ആൾ വലയൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്കിപ്പോൾ ഇപ്പോൾ തന്നെ ആൾ വീശും. അതൊക്കെ കാണാം. നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഭാഗത്തേക്കൊക്കെ വരണത്. നമുക്ക് മീൻ പിടിക്കുന്ന വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാം. നമ്മളെ ആദ്യം റൗണ്ട് വല വീശി അതാണ് വലിച്ചുകൊണ്ടിരിക്കുകയാണ് ചേട്ടൻ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടാവുന്ന നമ്മുടെ പ്രതീക്ഷയിലാണ് വലിക്കുന്നത് ആദ്യത്തെ റൗണ്ട്. നമ്മളെ ഫസ്റ്റ് റൗണ്ട് വീശി. അപ്പോൾ അതിൽ നമ്മൾ മീനവിടെ വെട്ടുന്ന കണ്ടിട്ടാണ് അങ്ങോട്ട് വീശിയത്. പക്ഷെ നമുക്കത് എത്താൻ പറ്റില്ല അവിടേക്ക്. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് റൗണ്ടിൽ നമുക്കൊന്നും കിട്ടിയില്ല. നമ്മൾ ഇനിയും ട്രൈ ചെയ്ത് നോക്കാം. പല പ്രാവശ്യം ശ്രമിക്കുമ്പോഴാണല്ലോ നമുക്ക് സക്സസ് ആവുക. പക്ഷെ മീനുകൾ വെട്ടുന്നുണ്ട്. അത് ഈ തോടിൻ്റെ ആ അറ്റത്തായിട്ടാണ്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ നിന്ന് അവിടെ ആ സൈഡിലേക്ക് സ്വാഭാവികമായിട്ട് എത്തില്ല. പക്ഷേ നമ്മൾ ഈ തോടിൻ്റെ നടുഭാഗം വരെയാണ് നമ്മുടെ വല എത്തുള്ളൂ. അപ്പോൾ ചേട്ടൻ മീൻ പിടിക്കുന്ന ആളായതുകൊണ്ട് ആൾ സ്ഥലങ്ങൾ നോക്കി അതിന് വീശാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അവിടെ ആ അറ്റത്താണെങ്കിൽ താറാവിൻ കൂട്ടങ്ങൾ വെള്ളത്തിൽ ഒഴുകി നടക്കുന്നുണ്ട്. ഈ സൈഡിലുണ്ട് താറാവ്. നമ്മൾ ആദ്യം അവിടെ വീശി ഒരു മീൻ വെട്ടുന്ന കണ്ടിട്ടാണ് അദ്ദേഹം വീശിയത്. പക്ഷേ മീൻ കുറച്ച് അകലത്തിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മീൻ കിട്ടിയില്ല. രണ്ടാമത്തെ ഈ ഭാഗത്തേക്ക് കുറച്ചും കൂടി നീങ്ങി വന്നിട്ട് അദ്ദേഹം വീശാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ നമ്മളെ ഇവിടെ ഈ മാരാങ്കോട് തോട്ടിൽ വന്നിട്ട് നമ്മൾ 2 വീശിൽ വീശി. പക്ഷേ മീനൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ കരിങ്ങാച്ചിറ തോട് കരിങ്ങാച്ചിറയ്ക്ക് പോവാണ്. ഇവിടെ അടുത്ത് തന്നെയാണ്. കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കരിങ്ങാച്ചിറയായി. അപ്പോൾ അവിടെ പോയി വീശാൻ നമ്മൾ അവിടെ വീശാൻ പ്ലാൻ ചെയ്താണ് നമ്മൾ എത്തിയത്. പക്ഷേ ആ പോകുന്ന വഴിയിൽ ഇവിടെ ഒന്ന് ഇറങ്ങി വീശി നോക്കാമെന്ന് ചേട്ടൻ പറഞ്ഞപ്പോൾ അങ്ങനെ ഇവിടെ ഇറങ്ങിയതാണ്.
അപ്പോൾ ഇവിടെ മീനൊന്നും നമുക്ക് വീശണതിൽ പെട്ടില്ല. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്, കരിങ്ങാച്ചിറയ്ക്ക് പോവാണ്. അപ്പോൾ ആ വലയൊക്കെ കഴുകി വൃത്തിയാക്കി നമുക്ക് കരിങ്ങാച്ചിറയ്ക്ക് പോവാം. മാരേക്കാട് നിന്ന് കരിങ്ങാച്ചിറ ചാലിലേക്കാണ് ഇപ്പോൾ വീശാൻ വന്നിരിക്കുന്നത്. ആ വീശാൻ പോവാണ്. ജ്യോതികുമാരേട്ടൻ ആ വീശാനായിട്ട് റെഡി ആയിട്ട് നിൽക്കണേ. വീശാണ്. അപ്പോൾ നമുക്ക് കാണാം മീൻ ഉണ്ടോ എന്ന് നോക്കാമല്ലോ. നമ്മളെ ഫസ്റ്റ് വല വീശി നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ചേട്ടൻ വല വീശിയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും വല വീശി. അപ്പോൾ നമ്മളിവിടുന്ന് ആദ്യം വീശിയതിൽ കിട്ടിയ മീനുകളെ ഈ ബക്കറ്റിൽ നമ്മൾ കുറച്ച് വെള്ളം എടുത്ത് അതിൽ എടുത്തിടാൻ പോവാണ്. നമ്മൾ അടുത്ത വീശലിനുള്ള തയ്യാറെടുപ്പിലാണ് ആ ചേട്ടൻ. അപ്പോൾ അടുത്ത വീശൽ ഈ ഭാഗത്താണ് വീശണേ. അപ്പോൾ നമുക്ക് നോക്കാം മീൻ എത്ര കിട്ടുന്നുള്ളത്. ഇത്തവണ നമുക്കൊന്നുമില്ല. അപ്പോൾ വലകളൊന്ന് വൃത്തിയാക്കിയിട്ട് വേണം അടുത്ത് വീശുന്നത്. നമ്മളെ കുറച്ചുകൂടി അങ്ങോട്ട് മാറിയിട്ട് ചേട്ടൻ വീശാന്നാണ് പറയുന്നത്. അപ്പോൾ ആ ബണ്ടുമ മീന് തീറ്റിട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ വരുമെന്ന് നോക്കാം നമുക്ക്. തീറ്റിട്ട് കൊടുത്തിട്ടേ ഇവിടെ ഇട്ടാലോ. അത്ര മതിയാ? അപ്പോൾ നമ്മളെ കരങ്ങച്ചിറയുടെ ഈ സൈഡിൽ വന്നിരിക്കുകയാണ്.
അപ്പോൾ ചേട്ടൻ ഈ സൈഡിൽ വീശാനുള്ള തയ്യാറെടുപ്പിലാണ്. വീശാണ്. ഇത് മാളയിലെ പ്രശസ്തമായ കരിങ്ങാച്ചിറ ചാലാണ്. അവിടെയാണ് നമ്മളിന്ന് ഫിഷിങ്ങിനായിട്ട് വന്നിരിക്കുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മളൊക്കെ ആദ്യമായിട്ടാണ് ഈ വല വീശാനായിട്ട് വരുന്നത്. ചെറിയൊരു കുറ്റനറിഞ്ഞലാണ്. ഇതിനെ നമ്മൾ വെള്ളത്തിലേക്ക് തന്നെ വിടുകയാണ്. നമ്മളെ മീന് കുറച്ച് തീറ്റ ഇട്ട് കൊടുത്തിട്ട് മീൻ വരുമോ നോക്കുകയാണ്. കാരണം നമ്മൾ 2-3 വീശിൽ കഴിഞ്ഞു, അപ്പം മീനൊന്നും കിട്ടണില്ല. നമ്മളൊരു പരീക്ഷണം. നമ്മളെ കുറച്ച് സമയം ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാണ്. മീനുകൾ ഇവിടെ എത്തുമെന്ന് അറിയണ്ടേ. എത്തണമെങ്കിൽ നമ്മൾക്ക് വീശി പിടിക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഓക്കെ. ഏറ്റം തുടങ്ങാൻ പോണു. അതാണ് ഈ വെള്ളം നിശ്ചലായിട്ട് നിക്കണേ. ഇനി ഒരു 3/4 മണിക്കൂർ കഴിയുമ്പോ ഏറ്റം തുടങ്ങും. പയ്യെ. അതാണ് ഇപ്പൊ ഒരു അനക്കില്ലാതെ നിക്കണ അല്ലേ വെള്ളം. നമ്മളവിടെ തീറ്റയൊക്കെ ഇട്ട് കൊടുത്തിരുന്നു. അപ്പോൾ ഈ വിശെല്ലാം എന്തെങ്കിലും ഉണ്ടോ നോക്കാം. നമ്മൾ ഇവിടെ വീശിയ സ്ഥലത്ത് മീനുകളില്ല. അപ്പം വലയൊക്കെ കഴുകി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ആ ഭാഗത്ത് പോയി നോക്കാം. അപ്പോൾ നമ്മളെ അടുത്ത സ്ഥലത്തേക്ക് ഞാൻ പോവാണ്. നമുക്കിതിൽ 2 മീനാണ് കിട്ടിയിരിക്കണേ. നമ്മളടുത്ത വല വീശാട്ടാ. നമ്മളവിടെ തീറ്റിട്ട സ്ഥലത്ത് ഒരു വീശലും കൂടി വീശിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാമെന്നാണ് തോന്നണേ. മഴയും വരുന്നുണ്ട്. അപ്പോൾ ഒരു വീശലോടുകൂടി ഇന്നത്തെ ഫിഷിങ് നമുക്ക് അവസാനിപ്പിക്കാം. ചേട്ടനെ മഴയത്ത് പോയിട്ട് ഒരു വീശിൽ വീശുന്നുണ്ട് കേട്ടോ. നമ്മൾ വണ്ടിയിലിരിക്കുകയാണ്. മഴയത്ത് മഴ കൊണ്ടുവന്ന് വീശാണ്. ചേട്ടൻ വീണ്ടും മഴയത്ത് നിന്ന് വീണ്ടും വീശാൻ പോവാ. വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ആള്. മഴ നനഞ്ഞു വീശുന്നുണ്ട്.
അപ്പം മഴ നല്ല മഴയാണ്. അപ്പോൾ ഇനി നമ്മൾക്കിന്ന് വീശാൻ പറ്റുമെന്ന് തോന്നണില്ല. അപ്പോൾ ഇന്നത്തെ വീശലൊക്കെ അവസാനിപ്പിച്ച് നമ്മൾ തിരിച്ചു പോവാണ്. ആ ചേട്ടൻ ഇങ്ങോട്ട് വന്ന് കയറിയാൽ നമുക്ക് തിരിച്ചു പോവാം. ആള് വലയൊക്കെ ഒന്ന് കുടഞ്ഞ് ഇലകളൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോവാം. മഴ നല്ല മഴയാണ്, പ്രതീക്ഷിക്കാത്ത മഴ. ഇന്ന് നമ്മൾ വല വീശാൻ വന്നിട്ട് ആകെ 2 മീനെ കിട്ടിയുള്ളൂ. അപ്പോൾ നമ്മൾ തിരിച്ചു പോന്നു. കാലാവസ്ഥ അനുകൂലമല്ലായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കാണുന്നവർ ഒരുപാട് പേര് കാണുന്നുണ്ട്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി വയ്ക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.